ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു വെറൈറ്റി ഒരു കൊഞ്ച് റോസ്റ്റ് അല്ലെങ്കിൽ ചെമ്മീൻ റോസ്റ്റ് വെച്ചാലോ? അതിന് വേണ്ടി ഞാൻ 3/4 കിലോ കൊഞ്ച് എടുത്തിട്ടുണ്ട്. അതിന് രണ്ട് വശവും കീറി, നിങ്ങൾക്കറിയാമല്ലോ ഞരമ്പൊക്കെ എടുത്ത് കളഞ്ഞതിൻ്റെ, അല്ലെങ്കിൽ നമുക്ക് ഇത് വയറിന് കംപ്ലൈൻറ്റ് വരും കേട്ടോ. രണ്ട് വശത്തെയും ഇതുണ്ട്, സിസേഴ്സ് വെച്ച് കീറിയാൽ മതി. അപ്പോൾ അത് രണ്ട് വശത്തെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് ആദ്യം മസാല വരട്ടാൻ ഞാൻ ഇതിന് വേണ്ടി മസാലയ്ക്ക് ആദ്യം കുറച്ച് മസാല മാത്രമേ എടുത്തുള്ളൂ. ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, എല്ലാം 1/4 ടീസ്പൂൺ വീതം എടുത്തിട്ടുള്ളൂ. ഉപ്പ്, പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ബൈൻഡിങ് ഏജൻ്റായിട്ട് നമുക്ക് കുറച്ച് നാരങ്ങ നീര്. ഈ നാരങ്ങ നീരും ഇതുകൂടിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് ഈ കൊഞ്ച് ഇതിനകത്തോട്ട് ഇട്ട് നല്ലതുപോലെ പരട്ടി വെക്കാം. ഞാൻ അരമുറി നാരങ്ങ നീരെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നല്ലതുപോലെ പരട്ടി വെച്ചിട്ട് ഇതൊരു 15 മിനിറ്റോളം പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യണം. നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് ആവശ്യമുള്ള സവാളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ പൊളിച്ച് വെക്കാം. അപ്പോഴത്തേക്കിത് നല്ലതുപോലെ ഉപ്പ് എരിയൊക്കെ പിടിച്ചിരിക്കും. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഈ കൊഞ്ചെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. ഇത് ഒത്തിരി അങ്ങ് വേവണ്ട, കുറച്ച് നേരം അങ്ങോട്ടും തിരിച്ച് മറിച്ച് ഒരു 2-3 മിനിറ്റ്. അപ്പോൾ നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളിയൊക്കെ ഇത് വഴറ്റി എടുക്കണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇത് എണ്ണ കളയണ്ട, വേറെ പാൻ യൂസ് ചെയ്യണ്ട. നല്ലപോലെ തിരിച്ച് മറിച്ചുമൊക്കെ ഇളക്കിയെടുക്കും. അപ്പോൾ നമ്മൾ കൊഞ്ചെല്ലാം ഒരു വശം ഇട്ട് ഇനി അടുത്ത വശത്തേക്ക് നമുക്ക് മറിച്ചിടാം. ഇതുപോലെ ഫോർക്ക് വെച്ച് കുത്തിയെടുത്ത് നമുക്ക് ഓരോന്ന് അറിയാൻ പറ്റും ഏതാ നമ്മൾ തിരിച്ചിട്ടേന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മറിച്ചിടുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒത്തിരി കിടന്ന് വേണ്ട കഴിഞ്ഞാൽ റബ്ബർ പോലാവും കണ്ടോ. പിന്നെ ഓരോന്നോരോന്ന് തിരിച്ചിടാം. അപ്പോൾ 2 വശവും കറക്റ്റായി വെന്ത് എനിക്കൊന്നൊരു 3 മിനിറ്റ് എല്ലാം കൂടെ ആയിക്കാണ്. ഇനി ഞാനിതെല്ലാം കോരി മാറ്റി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവാള ഉള്ളിയെല്ലാം ഇടുന്നത് കേട്ടോ. വേറെ എണ്ണ യൂസ് ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് അതിൻ്റെ ആ ഒരു സത്തെല്ലാം ഇതിനകത്ത് ഈ എണ്ണയ്ക്കകത്ത് ഇറങ്ങി. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇതെല്ലാം നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ പ്രോൺസ് എല്ലാം കോരി മാറ്റി ആ എണ്ണ കണ്ടോ ഇങ്ങനത്തെല്ലാം സത്ത് കിടക്കുക. അപ്പോൾ ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഞാനൊരു 10-15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ്, 2 ചെറിയ സവാള, ഒരു ചെറിയ തക്കാളി. എന്ന് വെച്ചാൽ തക്കാളി കുറച്ച് ചേർത്താൽ വെച്ചാൽ നാരങ്ങ നീര് നമ്മൾ സോട്ട് ചെയ്തുകൊണ്ട് തക്കാളി ഒത്തിരി ഇടുമ്പോൾ പുളിയാവും. കുറച്ച് ചെറിയൊരു തക്കാളി എടുത്തുള്ള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി 2 പച്ചമുളക് പേസ്റ്റ്. ഇഞ്ചിയെല്ലാം കുറേശ്ശെ എടുത്ത് കേട്ടോ. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഇതിനകത്ത് മെയിനൊരു കണ്ടന്റ് ഉണ്ട് കേട്ടോ, കറിവേപ്പില നമ്മുടെ ഇല്ലാതെ തീർന്നത്. അപ്പോൾ ഇവിടെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വിഷമല്ലേ, നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഇത് കൊണ്ടുവരണം. അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലതുപോലെ വാട്ടണം. പല ചെമ്മീൻ റോസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കുക, പക്ഷേ ഈ രീതി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഈ രീതി തന്നെ ചെയ്യത്തുള്ളൂ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം ഇതുപോലെ കൂട്ടുണ്ടാക്കി ഒരു പാൻ എടുക്കണം. മാക്സിമം പാത്രം കഴുകാതിരിക്കുകയും ചെയ്യുക. ഈ എണ്ണയിൽ തന്നെ വാട്ടുമ്പോൾ നല്ല ടേസ്റ്റും കാണും. അപ്പോൾ നമ്മൾ ഈ പച്ചമണം മാറുന്നവരെ ഇത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇഞ്ചിയുടെ വെളുത്തുള്ളി ഒരു ഇട്ടുമണം എല്ലാം കാണും. അത് നല്ലതുപോലെ അതൊന്ന് വാട്ടിയെടുത്തിട്ട് നമുക്ക് ചെറിയ ഉള്ളി സവാളയും തക്കാളിയൊക്കെ ഇടാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ വാടി പച്ചമണമെല്ലാം മാറി കഴിയുമ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളി വലിയ ഉള്ളി, ഞാൻ തക്കാളി ഇവിടെ ഇടുവാണ്, ചെറിയ തക്കാളിയാണ് ഇട്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. വേറെ എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട, ഇതിനകത്ത് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതുപോലെ വാടി തക്കാളി ഒക്കെ വെന്ത് കഴിയുമ്പം നമുക്ക് കുറച്ച് മസാലയും കൂടി ഇതിനകത്ത് ചേർക്കണം. ആദ്യം നമ്മൾ കുറച്ച് മസാല ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തല്ലേ ഉള്ളൂ. അപ്പം ഇതിനാവശ്യമുള്ള മസാല നിങ്ങൾക്ക് എരിവനുസരിച്ച് കൂട്ടിക്കോണം കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി,
ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച്, പിന്നെ ഗരം മസാലയും കൂടെ അത് ആഡ് ചെയ്യാം. ഞാൻ കുരുമുളക് പൊടിയല്ല ഞാൻ ഇട്ടത്. കുരുമുളക് പൊടി ആദ്യം നമ്മൾ കുറച്ച് ഇട്ടായിരുന്നല്ലോ. ഗരം മസാല ഇട്ടു. ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. കുരുമുളക് ആദ്യം നമ്മൾ സോട്ട് ചെയ്തപ്പോൾ ഇട്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് പച്ചമുളക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ രണ്ടാമത് ചേർത്തില്ല. അപ്പോൾ രണ്ടാമത് ഞാനിപ്പം ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത് നല്ലതുപോലെ ഇതിനകത്ത് കിടന്നൊന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് തിളപ്പിച്ച വെള്ളം വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിക്കാം, തണുത്ത വെള്ളം ഒഴിക്കരുത്. ഉള്ളി ഒന്നുകൂടെ ഒന്ന് വെന്ത് ഇതാകുമ്പോൾ നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് കൊണ്ടിടാം. ചൂടുവെള്ളം ഒഴിക്കാതെ കുറച്ച് മാത്രം വേഗമൊന്ന് വേവട്ടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതുപോലെ വെന്ത് എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞു വന്നു. ഇനി നമുക്ക് എന്താ ചെയ്യണം അറിയോ? ഈ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കൊഞ്ച് ഇതിനകത്തോട്ട് ഇടുക. ഇത് ഈ മസാല ഒന്നുകൂടി ഇതിനകത്ത് പിടിച്ച് ചെറിയ തീയിലിടണം കേട്ടോ. ഇത് വേവില്ല, ചെറിയ തീയിലിട്ട് ഒന്ന് അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള വേവുകയും ചെയ്യും, മസാല നല്ലതുപോലെ പിടിക്കുകയും ചെയ്യും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ എന്താ പറയുന്നത്, ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. ഇതിൻ്റെ മസാല കഴിച്ച് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റ്, തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഉള്ളിയെല്ലാം നല്ലതുപോലെ വാടി, പിന്നെ അതുപോലെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര കേട്ടോ. ഇതെല്ലാം നമ്മുടെ കൊഞ്ചിനകത്ത് പിടിച്ച് പിന്നെ അത് സൂപ്പറായി കേട്ടോ. ഉള്ളിയെല്ലാം നല്ലതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ എണ്ണയെല്ലാം നല്ല തെളിഞ്ഞ് കണ്ടോ, തെളിഞ്ഞ് മതി. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു കുറച്ച് കുരുമുളക്, ഒരു നുള്ള് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ആഡ് ചെയ്യാമേ. കണ്ടോ, ഇത് ഇനിയും ട്രൈ ആക്കണമെങ്കിൽ വേണം ട്രൈ ആക്കാം. പക്ഷേ ഒത്തിരി അങ്ങ് ട്രൈ ആക്കുന്ന കൊള്ളത്തില്ല കേട്ടോ, അത് സുഖമില്ല. ഇത് ചെറിയൊരു ജ്യൂസി പരുവത്തിൽ കഴിക്കുന്നതായിരിക്കും അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. നമ്മൾ സവാള കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തോണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് ചേർക്കുന്നതിൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർക്കാം. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ? നല്ല സൂപ്പർ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് അവസാന ഘട്ടത്തിൽ വന്നിരിക്കുന്നു. ഞാൻ സെർവ് ചെയ്തു, പാത്രത്തിലേക്ക് വെച്ചു. അപ്പം കണ്ടോ എന്ത് രസമുണ്ടല്ലേ. കറക്റ്റ് നല്ല മസാലയാണ്. ഇതിൻ്റെ മസാല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കൊഞ്ച് റോസ്റ്റ് പല രീതിയിൽ ചെയ്താലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. അപ്പം ചെയ്ത് നോക്കും, വളരെ ടേസ്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.